കാച്ചൽ ഉണ്ടാക്കപ്പുറം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് പെരുങ്കായം പൊരിച്ചു കൊണ്ടുறதுக்கு நல்லெண்ணெயில் நல்லெண்ணெய் പാവക്കായ് കടുക് வெந்தயம் கடலைப்பருப்பு மிளகா வத்தல் പിന്നെ அதுக்கு பச்சை மிளகாய் இஞ்சி பச்சை மிளகாய் நான் கீறி போட்டுருக்கேன் கொஞ்சம் பச்சை மிளகாய் இஞ்சியும் கருகாப்பிலையுமே ഒന്ന് ചതച്ച് போடுவேன் ഒക്കെ ഒരു ഒരു ചെറുനാരങ്ങ പെരിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയെ കരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ആദ്യം പെരുങ്കായം പോടാം നല്ലെണ്ണയില്ല നിറയെ നല്ലെണ്ണ വിടണം അല്ല പെരുങ്കായം പോട്ടിട്ട് ഇതാ കടുക് വെന്തയം കടലപ്പരിപ്പ് മുളക് വത്തൽ അത് നന്നാ പൊട്ടിനതും പച്ചമുളകായും കരുകാപ്പിലയും ഇതാ കുറേ ഇഞ്ചി ഞാൻ ചതച്ച് തമ്പോളപ്പോൾ പച്ചമുളകായും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകായും കറിവേപ്പിലയും ചതച്ച് വെച്ചിട്ടുണ്ടൊക്കെ ഒരുപാട് പച്ചമുളകിൻ്റെ കടിക്കുന്നത് கொஞ்சம் കഷ്ടമായി ചെല്ലിട്ട് ഇതേയും പോട്ടിട്ട് அந்த പച്ചമുളക് മോറ വരെ ഇളക്കാതെ കഴിഞ്ഞിട്ട് ഇതിലൂടെ പാവക്കായും പോട്ടൊന്ന് വതക്കിയിട്ട് പുളിവെള്ളം വിടുകയും പാവക്കായും പോട്ടാവും അതൊന്ന് വതം കെട്ടും ദാൾക്ക് വേണ്ടിയ മഞ്ഞപ്പൊടി ഉപ്പ് നന്നാ വതം കെട്ടും നന്നാ തിളച്ച് കുറുക്കണം കട്ടിയാനോളം കാട്ടിത്തറ പാവക്ക പിടിക്കാച്ച റെഡി ആയിച്ചു ഇത് പാവക്ക പച്ചയാ പുറത്തേക്ക് പോരാം കൊഞ്ചം പഴുത്തത് പോട്ടാലും നന്നായിരിക്കും അതേമാതിരി പുളി കൊഞ്ചം കൂടെയും പഴകിന പുളിയാനാലും നന്നായിരിക്കും പിന്നെ ഇത് ലാസ്റ്റാണ് നമ്മൾ വെന്തയം ഒരു സ്പൂൺ വെന്തയം നന്നാ ചോപ്പ വറുത്ത് പൊടിച്ച് പോടുക ഇത് പക്ഷെ പാവക്ക അതിനകത്തുനാല ഞാൻ പോടല്ലേ എല്ലാം അവരെ കഷ്ടപ്പാടിപ്പിക്കും ഞാൻ പൊരിച്ച് കൊടുത്ത് കൊഞ്ചം വെന്തയം പോടും എല്ലാവരും ട്രൈ പണി പോകും നന്നായിരിക്കും